ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. തിരുവനന്തപുരം വെബ് സീരീസിലെ 72ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് നമ്മൾ ലുലു മാളിലോട്ട് പോകുന്ന വഴിക്ക് ഇടത് സൈഡിലുള്ള ആര്യാസിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ്. ഒരുപാട് നാളായിട്ട് ഇതുവഴി പോകുന്നുണ്ട്, ഇങ്ങനൊരു ഹോട്ടൽ കാണുന്നുണ്ട്. അപ്പം ധൃതിയിൽ പോകുമ്പോൾ പാർക്ക് ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാനിവിടെ നിർത്തിയില്ല. അപ്പോൾ ഇന്നാണ് അത് എടുക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഒന്ന് രണ്ട് ഫുഡ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വെജിറ്റേറിയൻ രുചികളും കടകളും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് തരിക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ ഹൈവേ വന്നതിന് ശേഷം നമ്മളാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഈ ഒരു ആര്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് വർഷമായിട്ട് ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഇവിടെ ഉണ്ട്. അകത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. അകത്ത് വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസാണ്. അത് പോരാഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ അവർ ഒരു AC ഡൈനിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന സ്പേസ് മാത്രമേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അവർ അതിനുള്ളിലെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ പേര് മുത്തുകുമാറാണ്. ഹോട്ടൽ ആര്യാസ് ചാക്ക ബൈപാസ്. കാലത്ത് തുറക്കുന്നത് 7 മണിക്കാണ്, രാത്രി 10 മണിക്ക് ക്ലോസിംഗ് ടൈം. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ്, ചൈനീസ്, ദോശ, മസാല ദോശ, ഇഡ്ഡലി പൊറോട്ട, കൊത്തു പൊറോട്ട എല്ലാം ഉണ്ട്. സേസ്വാൻ ഫ്രൈഡ് റൈസ്, സേസ്വാൻ നൂഡിൽസ്. ഇവിടെ വന്നിട്ട് 12 വർഷമായി. ലൊക്കേഷൻ വന്നിട്ട് ചാക്ക ബൈപാസിലാണ്. ചാക്കയിൽ നിന്ന് ലുലുമാൾ പോണ വഴിക്കാണ്, കരക്കയത്തിൻ്റെ തൊട്ടടുത്തായിട്ട്. ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയത്. കിച്ചണ് അത്യാവശ്യം വൃത്തിയായിട്ടുള്ള രീതിയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ചൈനീസ് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഭായിമാരാണ് ആ ഒരു ചൈനീസ് ഡിഷസൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ 2 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു നൂഡിൽസാണ് പറഞ്ഞത്, അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കൂടെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പൊതുവേ ഇപ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ മസാല ദോശ, നെയ് റോസ്റ്റ് അതിനെല്ലാം പുറമെ ഇപ്പം ചൈനീസ് ഡിഷസ് അവർ സർവ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം പാചകക്കാരെ അവർ വച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് അവിടെ ഉണ്ടാവാറുള്ളത്. ഈ കടയിലും അതുപോലെ തന്നെയാണ്. ഇതാണ് അവരുടെ മെനു കേട്ടോ. മെനുവിൽ നമുക്ക് സൂപ്പ് ഐറ്റംസൊക്കെ ഉണ്ട്, ഈവനിങ് സ്നാക്സ് ഉണ്ട്. സ്നാക്സിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസിലും ഉണ്ട്. ടൊമാറ്റോ ഫ്രൈ ഉണ്ട്, ആലു പൊറോട്ടയുണ്ട്, കൊത്തു പൊറോട്ടയുണ്ട്. പിന്നെ മസാല കറി വേണമെങ്കിൽ നിങ്ങൾക്ക് കറി ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ മഞ്ചൂരിയൻ ഐറ്റംസിലും 3-4 ഐറ്റംസ് ഉണ്ട്. റൈസ് ഐറ്റംസിലുണ്ട് കേട്ടോ. മഷ്റൂം ബിരിയാണി, പനീർ ബിരിയാണി, വെജ് ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പനീർ ഫ്രൈഡ് റൈസ് ഉണ്ട്. പനീർ ഫ്രൈഡ് റൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ്. പിന്നെ നൂഡിൽസിൽ 4 ഐറ്റം ഉണ്ട്. ഇതിൽ ഞാൻ ഒരു നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെമൺ റൈസ് ഉണ്ട്. അതിൽ ടൊമാറ്റോ റൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാമ്പാർ റൈസ്, കാർഡ് റൈസ് എല്ലാം ഉണ്ട്. ജ്യൂസും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. നൂഡിൽസിൽ ഞാൻ ഗോബി നൂഡിൽസാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ടൊമാറ്റോ റൈസാണ്. ഇത് രണ്ടും കഴിച്ചിട്ട് കുറച്ച് നാളായി. വെജിറ്റേറിയൻ ഹോട്ടലിൽ ഒരുപാട് ഡിഷസ് ഉണ്ട്. അതിൽ ചിലത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുള്ളൂ. പരിചയപ്പെടുത്താൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും 1-2 ഐറ്റംസ് കഴിക്കണ്ടേ. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ അവിടെ ഒരു സൂപ്പും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിയിലത്തെ എൻ്റെ ഡിന്നറ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫുഡ് പരിചയപ്പെടുത്തുന്നതല്ല, ആ ഒരു കട പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ഒരുപാട് നാളത്തിന് ശേഷമാണ് ടൊമാറ്റോ റൈസ് കഴിക്കുന്നത്. പിന്നെ ഞാൻ വന്നപ്പോഴേ ആ സൂപ്പ് കണ്ടപ്പം ജസ്റ്റ് സൂപ്പ് ഒന്ന് ഓർഡർ ചെയ്യുന്നേ ഉള്ളൂ. ടൊമാറ്റോ റൈസിനുള്ള 2 ഐറ്റം കറിയാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു സൂപ്പ് തന്നെ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം. പൊതുവേ മിക്കവാറും എല്ലാവരും സ്റ്റാർട്ടേഴ്സിലാണ് ഈ ഒരു സൂപ്പിനെ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തപ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്നതേ ഉള്ളൂ. നല്ല കട്ടിയായിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ. ഹോട്ട് ആൻഡ് ഷുവർ സൂപ്പാണ്. അപ്പോൾ അത്യാവശ്യം എന്തായാലും എരിവാണോ എന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. പൊതുവെ എനിക്ക് എരിവിനോട് അല്പം താല്പര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്പ് കഴിക്കുമ്പോഴത്തേക്ക് ആ എരിവുള്ളൊരു സൂപ്പ് തന്നെ ഓർഡർ ചെയ്ത്. 60 രൂപയ്ക്ക് അത്യാവശ്യം നല്ല വർത്തായിട്ടുള്ളൊരു സൂപ്പ് എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എന്തായാലും സൂപ്പ് കുടിച്ചാൽ കുറച്ച് വെള്ളം മസ്റ്റാണ്. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ട്രൈ ചെയ്ത് ആ ഒരു നൂഡിൽസാണ്. ഈ ഒരു നൂഡിൽസിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ ആ നൂഡിൽസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുപോലെ ഗോബി മിക്സഡ് ആയിട്ടുള്ളൊരു നൂഡിൽസാണ് പറഞ്ഞത്. ഒരുപാട് വെജിറ്റബിൾസ് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. എങ്കിലും നല്ല രീതിയിൽ അവർ ആ ഒരു നൂഡിൽസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശിവാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ വെജ് കടയിലെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും വെജിറ്റേറിയൻ ഹോട്ടലുകളിലുള്ള നൂഡിൽസ് അത്യാവശ്യം വലിപ്പമുള്ള നൂഡിൽസിൻ്റെ ഇതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ചെറിയ നൂഡിൽസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ.
ആണെങ്കിൽ കുറച്ച് സോസും കൂടെ ഒഴിക്കാം. ടൊമാറ്റോ സോസും ഗ്രീൻ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റാണ്. വേണമെങ്കിൽ ഗ്രീൻ ചില്ലി സോസും കൂടെ നമുക്ക് എടുക്കാം. എരിവ് വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ ചില്ലി സോസും കൂടെ ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കഴിക്കാം. പൊതുവേ ഞാൻ ഫ്രൈഡ് റൈസും നൂഡിൽസും കഴിക്കുമ്പം അങ്ങനെ സോസൊന്നും ഉപയോഗിക്കാറില്ല. എൻ്റെ മുമ്പുള്ള വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഇന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൂഡിൽസിൽ ഒരുപാട് കോളിഫ്ലവർ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഫ് ബോയിലായിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. സൂപ്പ് നല്ല എരിവുള്ള സൂപ്പായിരുന്നു. എരിവുള്ള സൂപ്പ് കഴിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കഴിക്കുന്ന ആഹാരമെല്ലാം നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകും. കത്തിപ്പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. അങ്ങനെ നൂഡിൽസ് കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ ടൊമാറ്റോ റൈസും കൂടെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു റൈത്തയുണ്ട്, അതുപോലെ അച്ചാറുണ്ട്, പിന്നെ പപ്പടവും കൂടെ അവരത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളത്തിന് ശേഷമാണ് ഞാൻ ടൊമാറ്റോ റൈസ് ട്രൈ ചെയ്യുന്നത്. ഓരോ കടയിലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതൊരു ചൈനീസ് രീതിയിലാണ് കേട്ടോ ഈ ഒരു ടൊമാറ്റോ റൈസ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഹാഫ് ബോയിൽഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുമ്പൊരു കടയിൽ നിന്ന് കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കുഴഞ്ഞ ഒരു രൂപത്തിലായിരുന്നു അതിൻ്റെ റൈസ് ഉണ്ടായിരുന്നത്. എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എരിവും പുളിയോടുകൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടവും കൂടെ കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ടൊമാറ്റോ റൈസിൽ നമ്മൾ അധികം അങ്ങനെ സോസൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ അവർ ഇൻക്ലൂഡഡ് ആയിട്ട് ബ്ലാക്ക് സോസ്, സോയാ സോസും അതുപോലെ തന്നെ സോസും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ടൊമാറ്റോ റൈസ് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെട്ടത് അച്ചാർ കൂട്ടിയിട്ടാണ് കേട്ടോ. അച്ചാർ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ചൂടുണ്ട്. അച്ചാർ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അവർക്ക് റൈസും കൂടെ കഴിക്കാം. എനിക്ക് അച്ചാറിട്ട് കഴിച്ചപ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ടൊമാറ്റോ റൈസും നല്ല രീതിയിൽ അച്ചാറും കൂടെ ചെയ്തിട്ടുണ്ട്. കിട്ടില്ല കോമ്പിനേഷൻ കേട്ടോ. റൈത്ത വേണമെന്നില്ല, അച്ചാർ മാത്രം മതി ടൊമാറ്റോ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് അപ്പളം കൂടെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒറ്റ കഴിക്കുക. എന്തായാലും 2 ഐറ്റംസ് നല്ല ഐറ്റംസ് തന്നെയാണ്. അപ്പം ഞാനിനി കുറച്ച് സൂപ്പും കൂടെ കുടിക്കാൻ വിചാരിച്ചു. സൂപ്പ് ഒരുപാടുണ്ട്. സൂപ്പ് 2 പേർ കഴിക്കാൻ പറ്റുന്ന സൂപ്പാണ് കേട്ടോ. 60 രൂപ കുഴപ്പമില്ല. നമ്മൾ വെജ് സൂപ്പല്ല, അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല എരിവുണ്ട്. ടൊമാറ്റോ സൂപ്പും കൂടെ ഉണ്ട്. ഞാൻ പിന്നെ മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പിന്നെ കഴിച്ചില്ല. എന്നാലും ഈ സൂപ്പ് കൊള്ളാം. നല്ല എരിവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച ഇടയ്ക്ക് ഗ്യാപ്പിനാണെങ്കിൽ ഒരു നല്ല എരിവുള്ള ഹോട്ട് ആൻഡ് ഷോർ സൂപ്പ് കഴിക്കാം. അപ്പോൾ ഫുഡങ്ങ് കത്തി ഇറങ്ങിക്കോളും. അപ്പോൾ ഇന്നത്തെ ഡിന്നർ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ അവർ സെർവ് ചെയ്ത്. അപ്പോൾ ഓണർ എൻ്റെ കൂടെ ഇരുന്നാണ് കഴിച്ചത്. കട നടത്തിക്കൊണ്ട് പോകുന്നതിനെ പറ്റിയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അത് എല്ലായിടത്തും ഉള്ളതാണല്ലോ. അങ്ങനെ എരിവുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ഫ്രഷ് ജ്യൂസ് ആകാമെന്ന് വിചാരിച്ചു. കോഫിയൊന്നും ഓർഡർ ചെയ്തില്ല. അപ്പോൾ വിത്തൗട്ട് ഷുഗർ ആയതുകൊണ്ട് അവർ നല്ല പഴുത്ത പൈനാപ്പിളിലാണ് എനിക്ക് ജ്യൂസ് അടിച്ച് തന്നത്. അങ്ങനെ ആ എരിവിൻ്റെ കൂടെ നല്ല ജ്യൂസും കൂടെ കുടിച്ച് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയുണ്ട് കേട്ടോ. ആര്യാസിൽ 2 ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഫുഡാണ് കഴിച്ചത്. ഒരുപാട് നാളെ ഞാൻ നൂഡിൽസും അതുപോലെ തന്നെ ടൊമാറ്റോ റൈസും കഴിച്ചിട്ട്. എന്തായാലും 2 കൊള്ളാം. പിന്നെ സൂപ്പ് അത്യാവശ്യം എരിവുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ അവസാനം ഞാൻ എരിവ് ആയതുകൊണ്ട് ഞാൻ കോഫി ട്രൈ ചെയ്തില്ല. ഫിൽറ്റർ കോഫി ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പിന്നെ ഒരു നല്ലൊരു ജ്യൂസ് കുടിച്ചു. പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചത്. എന്തായാലും അടിപൊളി ഫുഡാണ്. പിന്നെ ഈ കട നടത്തുന്നവരുടെ ഒരുപാട് ബുദ്ധിമുട്ട് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഒരുപാട് പാട് തന്നെയാണ് ഒരു കട നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. സിറ്റിയിലാകുമ്പോൾ കുറച്ചും കൂടെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും എല്ലാം അവർ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് കട റൺ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഏതെങ്കിലും കടകൾ, അതായത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഏതെങ്കിലും വെജിറ്റേറിയൻ കടകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.